വാക്കുകളിൽ കൂടുതൽ കോൺഫിഡൻസ് കാണുന്നുണ്ട്, കറണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ആയതൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മാച്ചസ് കളിക്കുമ്പോൾ ബൂസ്റ്റ് ആവണമല്ലോ, പിന്നെ എന്നിട്ടും അല്ല അങ്ങനെയൊന്നുമില്ല, വലിയ നോർമൽ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. അത് അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഫുൾ ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഞാനത് ഫുള്ള് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ടും എല്ലാവരും എല്ലാ സ്പോർട്സ്മാനും പറയുന്ന സാധനമാണ്. പക്ഷെ അതിനൊരു വേറൊരു ആംഗിള് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, വേറെ തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ചേട്ടനല്ലേ ചെയ്ത്, നിങ്ങളല്ല പിന്നെ ആരും ചെയ്ത്. അവർക്ക് കുഴപ്പമില്ല, നമുക്ക് പറയേണ്ട നമുക്ക് പറയാമല്ലോ. അപ്പോൾ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് എടുക്കാം, ഇപ്പോഴൊക്കെ എന്ത് വേണോ എങ്ങനെ വേണോ ആക്കി എടുക്കാമല്ലോ. അപ്പോൾ നൗ ഐ എം മച്ച് അവെയർ ഓഫ് the social media and how it can be twisted and turned. It's very normal, I think. അവർക്കും പൈസ സമ്പാദിക്കേണ്ടതുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആഫ്റ്റർ ഈ വേൾഡ് കപ്പ് കുറേ കൂടി ഗെയിം എൻജോയ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണോ അങ്ങനൊരു കാര്യം പറഞ്ഞത്? ആഫ്റ്റർ വേൾഡ് കപ്പ്, കാരണം ഒരു വിന്നറാണ്, ആ വേൾഡ് കപ്പിലെ സ്റ്റാറാണ്, അതിനുശേഷം ആ ഒരു കോൺഫിഡൻസിൽ കൂടിയാണോ ഇനി ഞാൻ ഇഷ്ടപ്പെട്ട് കളിച്ച് ആ ഒരു പ്രഷർ എനിക്ക് വേണ്ട എന്ന് തോന്നുന്നത്? അല്ല, ഇതൊരു ഉറപ്പായിട്ടും ഒരു ടീം സ്പോർട്ടാണല്ലോ. അപ്പോൾ ഒരു ടീം സ്പോർട്ടാകുമ്പോൾ നമുക്ക് മറ്റേ ടീമായിട്ട് ആണ് കോമ്പറ്റീഷൻ വേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ എപ്പോഴും ഒരു എനർജി ഓക്കെ, ഇന്ന് അവരെ തോൽപ്പിക്കണം, ഇതൊരു ക്രൂഷ്യൽ മാച്ചാണ്, അപ്പോൾ അങ്ങനെ കളിക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ അത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടല്ല, വേൾഡ് കപ്പ് ന്യൂസിലൻഡ് ടൂർ കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പാണ് അത് തോന്നിയെന്നാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യം. വലിയ സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് ഒരു കൊളാബറേഷൻ ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഇത്രയും 60 വർഷമായിട്ടുള്ളൊരു കമ്പനിയാണ്, ഒരു ബ്രാൻഡാണ്. അപ്പോൾ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ബ്രാൻഡായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ഫ്യൂച്ചറിൽ അവരെ പരിചയപ്പെടാൻ, അവരേത് രീതിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് മനസ്സിൽ. ബാക്ക് ടു ദുബായ്, എങ്ങനെയാണ് ദുബായ് എങ്ങനെ കാണുന്നു? ഇഷ്ടമാണോ? ഉറപ്പായിട്ടും മലയാളികൾക്ക് ദുബായ് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ട്. മുമ്പ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പാർട്ട്ണർഷിപ്പാണ് ഇനി പരസ്യങ്ങളിലും കൂടി സഞ്ജു ഉണ്ടാവും? അത് ലൈക്ക് ഈസ് ആസ്കിങ് am I into advertisement also. I think that they have to decide. I think I am there for them in the contractual period. Whatever they say, we both align. I am happy to do. ചോദ്യം ഇന്ത്യൻ ടീം നേരത്തെ അയർലൻഡിലും അതേപോലെ ഇംഗ്ലണ്ടിലും ഒരു പരാജയം നേരിട്ടുണ്ടായിരുന്നു. പിന്നെ സിംബാബ്വേക്കെതിരെ നന്നായി കളിക്കുന്നു. നമുക്ക് പലപ്പോഴും ക്രിറ്റിസിസം ഉണ്ടാകുന്നത് കൺസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ടീമിൻ്റെ കൺസിസ്റ്റൻസിനെ പറ്റിയിട്ട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? To be very honest, I think cricket is that kind of a game. I think T20 is also that kind of a game where it can go up and down. So we all have to support the team in the lean patch, right? I think we are very used to winning. As an Indian team, we always look forward to winning. So, but when the team is losing, that's when we all need to support the team and the changes which we are doing in the system. So I think it's very normal. I think other people are also here to compete. They are also allowed to win. So I think it's very normal actually. So now we have had a really great series in Zimbabwe, and with that momentum we'll be fine in the coming time. സഞ്ജുവിൻ്റെ തന്നെ ഒരു പ്രസ്താവനയായിട്ട് ഇങ്ങനെ വരുന്ന എന്നെ ആരും ഗൈഡ് ചെയ്യണ്ട എന്നുള്ള നിലയ്ക്ക് പറയുന്നുണ്ട്. അത് ഏത് തരത്തിലാണ്? പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് അത് എടുക്കേണ്ടത്? If you see the whole interview, I think it's very clear. I think I'm just talking about my own cricketing career. I think like from younger days, we all are used to getting approval, like to impress our coach and impress our family, and after time we want to get into under 19 India. After that you want to get into the Ranji Trophy team and then Indian team, and it's always a pressurized system to be in. There is always competition. So in that competition you tend to forget the enjoyment of the game. So I am saying that Sanju Samson wants to enjoy the game more instead of worrying about the competition and the other side of the sport, I think. So now it's time to enjoy and